മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മൾ ധാരാളം പരിപാടികൾ കേരളത്തിലെ അകത്തും പുറത്തുമെല്ലാം നടത്തുമ്പോഴും യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും മെസ്സേജസ് ഇമെയിൽ വഴിക്ക് കൊടുക്കുമ്പോഴുമെല്ലാം ഒരു കോഴ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. നമ്മുടെ പൈതൃകം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ധന്യമായ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനെ കുറിച്ച്. ആദ്യത്തെ ബാച്ച് സർട്ടിഫിക്കറ്റ് കുറേ പേർക്ക് അയച്ചു കൊടുത്തു. ഇതാണ് സർട്ടിഫിക്കറ്റ്. വളരെ ധന്യമായ സർട്ടിഫിക്കറ്റ് കിട്ടിയവര് അഭിമാനത്തോടുകൂടി വിളിച്ചറിയിച്ചു, ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ലഭിക്കുമെന്ന്. ധാരാളം പേര് വിളിച്ചറിയിച്ചു. ഇമെയിൽ വഴിക്കും കത്ത് വഴിക്കും എഴുതുകയുണ്ടായി. അപ്പോ ഇറങ്ങി പുറപ്പെട്ട ഒരു മഹായജ്ഞം നമ്മുടെ പൈതൃകത്തിലെ ഏത് ശാഖയാണെങ്കിലും പഠിപ്പിക്കുന്നവർക്ക് അവരെ ടെലിഫോണിലൂടെ ധന്യമായിട്ടുള്ള വൈവാവോസി ഇന്റർവ്യൂ നടത്തി അവർക്ക് യോഗ്യതയുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരാദ്യത്തെ സംരംഭമാണ്. ഇപ്പൊ പാട്ട് പഠിക്കുന്ന വ്യക്തികൾ 7-8 വർഷം പ്രൈവറ്റായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ ആരും സർട്ടിഫിക്കറ്റ് തരില്ല. അതുപോലെ തന്നെ കരിങ്കൽ പണി ചെയ്യുന്നവരാണെങ്കിലും കാർപ്പൻട്രി വർക്ക് ചെയ്യുന്നവരാണെങ്കിലും മൃദംഗം പഠിക്കുന്നവരാണെങ്കിലും നമ്മളുടെ പൈതൃകവുമായി ബന്ധപ്പെട്ട കഥകളിയോ ഓട്ടംതുള്ളലോ ഏത് കലാ കായിക സാംസ്കാരിക മൂല്യങ്ങളുള്ള ഏത് കാര്യം ചെയ്യുമ്പോഴും അതില് നല്ല അറിവുണ്ടെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന യജ്ഞം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനുവരിയിലാണ് ആരംഭിച്ചത്. അന്ന് 1,250 പേർക്ക് കൊടുത്തു. പിന്നെ 2 മാസം കൂടുമ്പോഴത്തേക്കും നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ ഇത് അറിയിച്ച് അവരുടെ അടുത്ത് ആപ്ലിക്കേഷൻ ഫോം വാങ്ങിച്ച് ധന്യമായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് നമ്മൾ അയച്ചു കൊടുക്കും. അല്ലാത്തവരുടെ അടുത്ത് ആ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്യാനും കൊറിയറിനും ഉള്ള ചാർജ് 25 + 25 50 രൂപ കൂടി തരാനായിട്ട് പറയും. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട നമ്മളുടെ അംഗങ്ങളുടെ അടുത്ത് എല്ലായിടത്തും പറയാറുണ്ട്, നല്ല വ്യക്തികൾ, അറിവുള്ള വ്യക്തികൾ, അറിവ് പകർന്നു കൊടുക്കുന്നവരെ ഇങ്ങോട്ട് അവരുടെ ഡീറ്റെയിൽസ് അറിയിക്കുകയാണെങ്കിൽ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ അറിവിന് ഒരു സർട്ടിഫിക്കറ്റ് ലോകത്തിലെ മറ്റൊരിടത്തൊന്നും കിട്ടില്ല. ഒരു യൂണിവേഴ്സിറ്റിയോ കോളേജോ സ്ഥാപനമോ കൊടുക്കില്ല. അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് എന്ന സ്ഥാപനത്തിന് അതിന് യോഗ്യതയുള്ളത് കൊണ്ട് അറിവിന്റെ എല്ലാ വിധത്തിലുള്ള പരിശോധനകളും നടത്തി അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന മഹായജ്ഞത്തില് കിട്ടിയവർക്കെല്ലാം അസാധാരണമായിട്ടുള്ള സന്തോഷവും സംതൃപ്തിയും ഉണ്ടായിരുന്നു. നിങ്ങളും നമ്മുടെ നാടിന്റെ പൈതൃകത്തിലെ ഏതെങ്കിലും ഒരു വിഷയം പഠിപ്പിക്കുമ്പോൾ ഓർമ്മിക്കുക, അത് യോഗ്യതയുള്ള രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇവിടെ നിന്ന് ലഭിക്കും. നിങ്ങൾക്ക് പരിചയമുള്ള വ്യക്തികൾക്ക് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നല്ലതാണെന്ന് നിങ്ങൾക്കും അദ്ദേഹത്തിനും തോന്നുകയാണെങ്കിൽ ആ വിവരങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഒരു വിപുലമായ രീതിയിൽ, നല്ല രീതിയിൽ നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ യോഗ്യതയുള്ള ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ ലെവലിലേക്ക്, ഇപ്പൊ അങ്ങനെയൊന്നും ആയിട്ടില്ല, ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ ലെവലിലേക്ക് വളരാനും ഉയരാനുമുള്ള കാൽവയ്പ് എന്ന രീതിയിൽ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, നമ്മുടെ പൈതൃകം പഠിപ്പിക്കുന്നവര് അവർക്ക് ആവശ്യമായിട്ടുള്ള നല്ല ഹയസ്റ്റ് ക്വാളിറ്റി ഡിജിറ്റൽ പ്രിന്റ് ഔട്ടുള്ള സർട്ടിഫിക്കറ്റിന് അത് ലഭിച്ചവരുടെ സന്തോഷവും കൂടി അറിയുമ്പോൾ നിങ്ങൾക്കും അത് സന്തോഷജനകമായിരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ഈ വിവരം നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുള്ളവരെ കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ വിവരം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് എഴുതി അറിയിക്കണം. അവരുടെ കൺസെന്റോടുകൂടി അവരുടെ ഫുൾ പേരും അഡ്രസ്സും ഫോൺ നമ്പറും വേണം.
നമുക്ക് അവരെ ഇന്റർവ്യൂ നടത്തിയിട്ട് അവർക്ക് യോഗ്യതയുണ്ടോ എന്ന് നോക്കിയിട്ടേ ചെയ്യുള്ളൂ. ഇപ്രാവശ്യം ഇന്റർവ്യൂ നടത്തിയത് ഏതാണ്ട് 100 പേരെ നടത്തി. ഏതാണ്ട് 30 പേർക്കാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ബാക്കി 70 പേർക്ക് അതിന്റെ ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ട് അവരോട് ഇനിയും ഇംപ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് സർട്ടിഫിക്കറ്റ് ഇപ്പൊ കാണിച്ചതുപോലെയുള്ളത് നൽകുന്നുണ്ടായിരിക്കും. പ്രണാമം, നമസ്കാരം.